ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ വാർഡിലെ റൗണ്ട്സിനൊക്കെ പോകുമ്പോഴാണ് കുറേ കുഞ്ഞുങ്ങളിങ്ങനെ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അവർ കാർട്ടൂണൊന്നും അല്ല ഇപ്പം കാണുക, അവർ കുറേയൊക്കെ ഇങ്ങനെ റീൽസും കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അതിൽ പ്രധാനമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഓരോ റീൽസും കുറച്ച് നേരം മാത്രമേ കാണുള്ളൂ. അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു റീൽസ് കഴിഞ്ഞിട്ട് അടുത്ത റീൽസ്. അവർക്ക് വേറെ കുട്ടികളായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ വേറെ കളിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ഫോണും കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്താലും പേരൻസ് ഒന്നും പറയില്ല. നമ്മൾ ചെക്ക് ചെയ്തിട്ട് കുട്ടിയായിട്ട് ഇങ്ങനെ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ പോവുകയും ചെയ്യും. സോ പ്രധാനമായിട്ടും ഇത് കാരണം കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. സോ ഈ റീൽസൊക്കെ കാണുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊക്കെ നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളൊക്കെ എന്ന് വെച്ചാൽ നമ്മളും ഇങ്ങനത്തെ കാർട്ടൂൺസും ഇതൊക്കെ കാണുമായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു ബ്രീഫ് ടൈം, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ്, അല്ലെങ്കിൽ മാക്സിമം പോയ 1 മണിക്കൂർ. അതും ഫിക്സ്ഡ് ടൈംസ് ആയിരുന്നു. അത് ഒരു കാർട്ടൂൺ തീരുന്നവരെ ഇരുന്ന് കാണുകയായിരുന്നു. നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസോ അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ നിർത്തിയിട്ട് വേറൊരു കാർട്ടൂൺ കാണുകയോ അങ്ങനെയൊന്നും ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. സോ അപ്പം ഒരു കാർട്ടൂൺ തന്നെ കുറേ നേരം ഇരുന്ന് കാണുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. എസ്പെഷ്യലി റീൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അതൊരു 1 to 3 മിനിറ്റ്സ് ആയിരിക്കും കൂടുതലും. പക്ഷെ അതിനകത്ത് തന്നെ കുട്ടികൾ 3-4 കുറച്ച് സെക്കൻഡ്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ അടുത്ത റീൽസിലോട്ട് പോവുകയായിരിക്കും ചെയ്യുക. സോ ഇത് കാരണം അവർക്ക് അറ്റൻഷൻ സ്പാൻ നല്ല രീതിയിൽ കുറയുകയും, ഇപ്പോഴല്ല പ്രശ്നം ഉണ്ടാകുന്നത്, പക്ഷെ സ്കൂളിലൊക്കെ ചേർന്ന് കഴിയുമ്പോഴായിരിക്കും അവർക്ക് പ്രശ്നം ഉണ്ടാവുക. അവർക്ക് ആ ഒരു അറ്റൻഷൻ സ്പാൻ കുറയുകയും അത് കാരണം അവർ പെട്ടെന്ന് തന്നെ ഓരോ കാര്യത്തിലും ബോർഡ് ആവുകയും ചെയ്യും. അവർക്ക് നേരെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് ചെയ്യുന്നതിനോ പറ്റൂല. അതേപോലെ തന്നെ ഒരിടത്ത് അടങ്ങിയിരുന്ന് നല്ല രീതിയിൽ ഒരു വർക്ക് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, എസ്പെഷ്യലി ഇങ്ങനത്തുള്ള കുട്ടികൾക്ക്. സോ അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. സോ ഈ ഒരു വെക്കേഷന് നമുക്ക് പേരൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഡീറ്റോക്സ് ചെയ്യുക. അതായത് കുഞ്ഞുങ്ങളെ സ്ക്രീൻ ടൈമിൻ്റെ പുറകിൽ വിടാതെ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരുമായിട്ട് കുറേ നേരം കളിക്കുക, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യുക. വേറെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ അവരെയൊക്കെ വീട്ടിലോട്ട് പറഞ്ഞു വിടുക. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക, കുട്ടി വെറുതെ ഫോണും പിടിച്ചുകൊണ്ടിരിക്കാണ്ട് വേറെ ആക്ടിവിറ്റീസിൽ, അതായത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ പറമ്പിലും കുളത്തിലും ഒക്കെ പോയി കളിക്കുക. അങ്ങനെ അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, അല്ലെങ്കിൽ സ്വിമ്മിങ്, കരാട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ കുട്ടീനെ കൊണ്ട് ചേർക്കുക. അത് കാരണം അവർക്കൊരു ഫോക്കസ് ഉണ്ടാവുകയും ചെയ്യും. അത് കാരണം നല്ല കോൺസെൻട്രേഷൻ എബിലിറ്റീസും ഉണ്ടാവും. ചെസ്സ്, അങ്ങനത്തുള്ള കളികളൊക്കെ വളരെ നല്ലതാണ്. ഈ ഒരു ഫോൺ കൊടുത്ത് വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മെൻ്റലിയും പ്രശ്നമുണ്ടാവും, അതേപോലെ തന്നെ ഫിസിക്കലിയും അവർക്ക് പ്രശ്നമുണ്ടാവും. ഇത് കാരണം കുറേ ഒബീസായിട്ടുള്ള കുട്ടികളെയൊക്കെ കുറേ കാണുന്നുണ്ട്. അവരൊന്നും ഇപ്പോൾ കളിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. ഈ OPD തന്നെ വരുമ്പം തന്നെ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ അറിയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അധികം വെളിയിൽ പോയി കളിക്കുന്നില്ല. ഒന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പേരൻസ്, അതാണ് ഒന്നാമത്തെ ഒരു റീസൺ. അതായത് കുട്ടി വെളിയിൽ പോയി കളിച്ച് കഴിഞ്ഞാൽ പനി ഉണ്ടാവും, ജലദോഷം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓവർ പ്രൊട്ടക്റ്റീവായിട്ട് പേരൻസ് അങ്ങനെയും ചെയ്യുന്നുണ്ട്. സോ അതും ഒരു മണ്ടത്തരമാണ്. കുട്ടികളെ വെളിയിൽ കളിക്കാൻ വിടുക. ഈ ഒരു വെക്കേഷന് നല്ല രീതിയിൽ അവരെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കുക. അത് കാരണം അവർക്ക് അവരെ ഒരു ഫ്യൂച്ചർ ആയിരിക്കും നമ്മൾ ബിൽഡപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്.